ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ലോക കഥകളിലേക്കാണ്. അപ്പോൾ ഈ കഥ നടക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ രണ്ട് കഥകളും കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പതനവും പിന്നെ ഡ്രാക്കുളയുടെ വീഴ്ചയെല്ലാം ഒരു കുറച്ചും കൂടെ പഴയ 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലും ഒക്കെ നടക്കുന്ന കഥയായിരുന്നു. എന്നാൽ ഇത് നമ്മുടെ 21-ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഒരു ദിവസം എനിക്കൊരു മൊബൈലിൽ മെസ്സേജ് വരുന്നു. ഞാൻ കോഫി ഷോപ്പിൽ വെയിറ്റ് ചെയ്യുവാണ്. ഡോക്യുമെൻറ്റ്സുമായിട്ട് ഞാൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, എനിക്ക് അധികം ടൈമില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഇതിൻ്റെ ഫോൺ നമ്പർ, ഈ മെസ്സേജ് വന്നിരിക്കുന്ന നമ്പർ എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ഒരു നമ്പറല്ല, റാൻഡം നമ്പറിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ റാൻഡം നമ്പറുകൾക്ക് വരുന്ന മെസ്സേജുകൾക്ക് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. ഞാനത് അപ്പോൾ തന്നെ അങ്ങ് വിട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് വേറൊരു നമ്പറിൽ നിന്നൊരു മെസ്സേജ് വരുന്നു. അതായത് പിന്നെ താങ്ക് യു ഫോർ സെൻഡിങ് മീ ദ ഡോക്യുമെൻറ്റ്സ്, ഇറ്റ് ഹാസ് ബിൻ റിസീവ്ഡ്, ഐ വിൽ റിവ്യൂ ഇറ്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു എന്ന് പറഞ്ഞിട്ട് വേറൊരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നു. ഞാൻ നോക്കുമ്പോൾ എന്തിനാണ് എനിക്ക് ഡോക്യുമെൻറ്റ്സിനെ പറ്റി കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വരുന്നത് എന്ന് നോക്കുന്നു. അപ്പോൾ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നമ്പറല്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കോൺടാക്ട് ലിസ്റ്റ് ഇല്ലാത്ത നമ്പറിൽ നിന്നും ഹായ്, ഐ ഹാവ് എ ജോബ് ഓഫർ, ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും. അല്ലെങ്കിൽ പിന്നെ ഞാൻ പപ്പിയെ നോക്കുന്ന ആളാണ്, നിങ്ങൾക്ക് പപ്പിയെ പട്ടിക്കുട്ടികളുണ്ടോ നോക്കാനായിട്ട്, ഞാൻ വളരെ കുറഞ്ഞ റേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ മെസ്സേജസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ മെസ്സേജുകൾക്കൊന്നും അങ്ങനെ റെസ്പോണ്ട് ചെയ്യാറില്ല. അപ്പോൾ പിന്നീട് ഞാൻ ഈ മെസ്സേജിൽ എന്താണ് ഇതിൻ്റെ ഇങ്ങനെയുള്ള മെസ്സേജ് വരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞ് നമ്മൾ സ്വാഭാവികമായും ഗൂഗിളിൽ നോക്കുമല്ലോ, ഇതിനെപ്പറ്റി റെഡിറ്റ് ഫോറത്തിലും മറ്റുമൊക്കെ പോയി വായിച്ച് നോക്കി. അപ്പോഴാണ് അറിയുന്നത് ഇത്തരം സ്കാമിൻ്റെ പേരാണ് പിഗ് ബുച്ചറിങ് എന്ന് വെച്ചാൽ, പിഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പന്നി, ബുച്ചറിങ് എന്ന് പറഞ്ഞാൽ പന്നിയെ വെട്ടുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ള ഉദ്ദേശമാണ്. അതാണ് ഇതിൻ്റെ പേര്, പിഗ് ബുച്ചറിങ്. വളരെ രസകരമായ ഒരു പേരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇതിന് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്കാം ഒരു പ്രത്യേക രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് സ്കാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ഈ തട്ടിപ്പ്, സ്കാം എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്, നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾ ആദ്യം നമുക്കൊരു റാൻഡം മെസ്സേജും കിട്ടും. എന്ന് വെച്ചാൽ ഹായ് ഒന്നുമില്ല, എന്തോ ഞാനിവിടെ നിൽക്കുവാണ്, അല്ലെങ്കിൽ ബസ്സിന് വെയിറ്റ് ചെയ്യുവാണ്, ഓട്ടോറിക്ഷ കിട്ടിയില്ല, മറ്റേ എന്തെങ്കിലും അപകടം പറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു റാൻഡം മെസ്സേജും കിട്ടും. അപ്പോൾ നമ്മൾ ആ റാൻഡം മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യും. സോ ഇവൻച്വലി ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ അവർ ബിൽഡ് ചെയ്യും. അതാണ് എന്തൊക്കെ ഉണ്ട് നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് പോലത്തെ ഒരു സംഭവം, ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യും. ഈ കണക്ഷൻ ബിൽഡ് ചെയ്തതിന് ശേഷം, അത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ അത്. ദെൻ ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത പ്രോസസ്സ്, അതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ്, ബിൽഡിങ് ട്രസ്റ്റ്. ദെൻ അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുക എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ക്രിപ്റ്റോ കറൻസി ആയിരിക്കും. നമ്മളൊരു പുതിയ കറൻസി കൊണ്ടുവരുന്നുണ്ട്, ഇതാണ് ക്രിപ്റ്റോ കറൻസി, ഇപ്പോൾ ബിറ്റ് കോയിനൊക്കെ വില കൂടുന്നത് കണ്ടില്ലേ, നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത് ഭയങ്കര സ്കോപ്പുള്ള സാധനമാണ്, ഇത് കയറും എന്നൊക്കെ പറഞ്ഞൊരു ക്രിപ്റ്റോ സാധനം നമ്മുടെ ഫ്രണ്ടിലോട്ട് വയ്ക്കും. നമ്മൾ അബദ്ധവശാൽ ഇത് എല്ലാ ആൾക്കാർക്കും കാശ് വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്, നമ്മളറിയാതെ അതിൽ പൈസ ഇടുകയും ചെയ്യും. പൈസ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഡിസപ്പിയർ. അപ്പോൾ ഈ ട്രസ്റ്റ് ഉണ്ടാക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസ് ചെയ്യുക, പൈസ ഇടുക, ചിലപ്പോൾ വീണ്ടും ഒന്നും കൂടെ ചെയ്യാൻ പറയാം, ആദ്യത്തത് ഇങ്ങനെയാണ്, രണ്ടാമത് നിങ്ങൾ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആകും, ഈ ഡോളർ കോസ്റ്റ് ആവറേജിങ് എന്നൊക്കെ പറയും. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. സ്റ്റോക്ക് കൂടി നിൽക്കുമ്പോൾ വാങ്ങുക, എന്നിട്ട് കൂടി നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റോക്ക് വാങ്ങും, എന്നിട്ട് സ്റ്റോക്ക് ഇടിയുമ്പോൾ വീണ്ടും വാങ്ങും. സോ ആവറേജ് പ്രൈസ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്പർ ഒക്കെ ഇറക്കിയിട്ട് നമ്മളിത് വീണ്ടും പൈസ ഇവരിതിൻ്റെ അകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. ഒരു പർട്ടിക്കുലർ സംഭവം കഴിഞ്ഞ് ഒരു കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവും. ഇതൊരു ഫേക്ക് നമ്പറായിരിക്കും, ഇവന് ഒരിക്കലും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ചായി പൈസ പോകുന്ന ഒരു തട്ടിപ്പ് പരിപാടിയാണിത്. ഈ പിഗ് ബുച്ചറിങ് എന്നതിൻ്റെ പേര് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഈ പന്നിയൊക്കെ ഈ പിന്നെ മാംസത്തിനായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നിറച്ച് ഭക്ഷണം കൊടുത്ത് അതിനെ ഭയങ്കരമായിട്ട് വണ്ണം വെപ്പിക്കുമല്ലോ. അതുപോലെയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഭയങ്കര ട്രസ്റ്റ് കൊടുത്ത് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പൊക്കെ ബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷനൊക്കെ ബിൽഡ് ചെയ്ത്, ഞാൻ നിങ്ങളുടെ ആരോ ആണ്, ഭയങ്കര ട്രസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം തട്ടിക്കളയുക, അല്ലെങ്കിൽ നമ്മുടെ കാശും കൊണ്ട് മുങ്ങുക. ഇതാണ് പിഗ് ബുച്ചറിങ് എന്ന് പറയുന്ന സ്കാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമാണ് ഈ പിഗ് ബുച്ചറിങ് സ്കാം. അമേരിക്കയിലുള്ള 1-2 റീജിയണൽ ബാങ്കുകൾ ഈ സ്കാം മൂലം തകർന്നു പോയിട്ടുണ്ടെന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത്. മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് ഇതിൻ്റെ ഈ സ്കാമുകളിലൂടെ പോകുന്നത്. നമ്മുടെ രാജ്യത്തായാലും 10,000 കോടി രൂപയാണ് ഈ സ്കാമുകളിൽ കൂടെ പോകുന്നത്. ഇത് ഈ അന്യൻ സിനിമയിൽ
വിക്രം പറഞ്ഞ പോലെയാണ് 5 പൈസ 5000 പേർക്കിട്ട് തിരുടിന തപ്പുതാൻ എന്ന് പറയുന്ന പോലെയാണ്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് നിന്ന്, ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ആൾക്കാരുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി വലിയ പൈസ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള സെറ്റപ്പാണ്. അപ്പോൾ ദയവായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ വരുന്ന മെസ്സേജ് അറിയാവുന്ന നമ്പറുകളിലല്ല എന്നുണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ അവർ ഫോട്ടോസ് അയക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ഡീറ്റെയിൽസ് പറയും. നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ പേര് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മളെപ്പറ്റി അറിയാൻ സാധിക്കും. നമുക്ക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ പ്രൈവസി ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും വെറുതെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരാളെ ആളുടെ പ്രൊഫൈല് ഒരു പ്രൊഫൈൽ നോക്കി നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്കാമുകളെ പറ്റി ശ്രദ്ധിച്ചിരിക്കുക. ഇനി കഥ സ്റ്റാർട്ട് ചെയ്യാൻ ശരിക്കുമുള്ള കഥ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിലിപ്പീൻസിലാണ്. ഫിലിപ്പീൻസിലൊരു മാർച്ച് മാസം 2024 മാർച്ച് മാസം ബംബാൻ എന്ന് പറയുന്ന നഗരം ഫിലിപ്പീൻസിലെ. അപ്പോൾ ആ നഗരത്തിൽ വളരെ ഹൈലി വെപ്പണൈസ്ഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, ഹൈ റാങ്കിങ് പോലീസ് ഓഫീസേഴ്സ്, ഈ സ്പെഷ്യൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്കാർ, അവർ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ ഭയങ്കര രാത്രി ഒരു മിഡ് നൈറ്റ് സമയത്ത് ഒരു ബിൽഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നു. 4 സൈഡിൽ നിന്നും ഒക്കെ ബിൽഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നു. ആ സ്ഥലത്തുള്ള സ്ഥലവാസികളെല്ലാം തന്നെയും ഉറക്കത്തിലാണ്. അപ്പോൾ ഇവർ വളരെ കെയർഫുള്ളായിട്ട് അപ്രോച്ച് ചെയ്യുവാണ് ഈ ബിൽഡിങ്ങിനെ. ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരൊന്നും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുവാണ്. അങ്ങനെ അപ്രോച്ച് ചെയ്ത് അവരെ ബിൽഡിങ്ങിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഏതാണ്ട് 10,000-2,000 പേര് അവിടെ ബാഗുകളൊക്കെ ആയിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. എങ്ങോട്ടോ പോകാനായിട്ട് റെഡിയായി. 2,000 പേര് ആ ബിൽഡിങ്ങിൻ്റെ കോമ്പൗണ്ടുണ്ട്. ഒരു ബിൽഡിംഗ് അല്ല, ഇതൊരു സെറ്റ് ഓഫ് ബിൽഡിങ്ങാണ്. ഒരു 25 ഏക്കർ സ്ഥലത്തുള്ള ബിൽഡിങ്ങാണ്. അപ്പോൾ ആൾക്കാർ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. പോലീസ് അവരെല്ലാം തടയുന്നു, അവരെല്ലാം അറസ്റ്റ് ചെയ്യുന്നു, നിർത്തുന്നു. ഇതാണ് നമ്മുടെ കഥയുടെ തുടക്കം. ഇനി ഈ കഥയുടെ തുടക്കം എന്ന് പറയാൻ, ഈ കഥയുടെ തുടക്കത്തിനെ പറ്റി പറയുമ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ടെന്ന്, ജംതാര എന്ന് പറഞ്ഞിട്ട്. ആ ജംതാരയെക്കുറിച്ച് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ SBI, കാനറ ബാങ്ക് അതുപോലുള്ള ബാങ്കുകളിൽ നിന്ന് വിളിക്കുന്നു, OTP എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പൈസ തട്ടിക്കുന്ന ഒരുപാട് ഏർപ്പാടുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു സോഴ്സ് കേന്ദ്രമായിട്ട് പറയുന്ന സ്ഥലമാണ് ജംതാര. അത് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഗ്രാമമാണ്. അവിടെയുള്ള എല്ലാ ആൾക്കാരും, ആബാലവൃന്ദം ജനങ്ങളും, അതായത് സ്ത്രീകളും ഈ അത്യാവശ്യം അഡൾട്ടായിട്ടുള്ള എല്ലാ ആൾക്കാരെ സ്കാം ചെയ്യുന്ന പരിപാടിയിൽ വളരെ കൂളായിട്ടങ്ങ് ഇൻവോൾവ് ആവുകയാണ്. അവർക്കൊരു ജോലി പോലെയാണ്. ഓക്കെ, ഞാൻ സ്കാം ചെയ്യുന്ന ഒരു കമ്പനി ജോയിൻ ചെയ്യുന്നു, ഞാൻ വിളിക്കുന്നു, ആളെ പറ്റിക്കുന്നു, ഇത്ര പൈസ കളക്ട് ചെയ്യുന്നു, എനിക്ക് എൻ്റെ കമ്മീഷൻ കിട്ടുന്നു, ഇങ്ങനത്തെ ഒരു രീതിയിൽ. ഒരു ഗംഭീരം സീരിയസ് ആയിരുന്നു അത്. ഞാൻ അതിനെപ്പറ്റി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജംതാര എന്ന് പറയുന്ന ഗ്രാമം ശരിക്കും ഉള്ളതാണ്. അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപമുണ്ട്. അപ്പോൾ കഥയിലേക്ക് ബാക്ക് ടു സ്റ്റോറി എന്ന് വരുന്നു. അപ്പോൾ ഈ ബംബാനിൽ പോലീസുകാർ വളയുന്നു, പിന്നെ ഈ ബിൽഡിങ് മൊത്തം വളഞ്ഞ ആൾക്കാരെയൊക്കെ പിടിക്കാനൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഈ സ്പെഷ്യൽ ഫോഴ്സ് അവിടെ വരുന്നതിന് മുമ്പ് ആ സ്ഥലത്തുള്ള, ആ നഗരത്തിലുള്ള ഒരു മനുഷ്യനെയും ഈ കാര്യം അവർ ഇൻഫോം ചെയ്തിട്ടില്ല. അവിടെയുള്ള മേയറെ ഇൻഫോം ചെയ്തിട്ടില്ല, അവിടെയുള്ള ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടില്ല, ലോക്കൽ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്തിട്ടില്ല. അങ്ങനെ ഇൻഫോം ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള സകലമാന പേരും രക്ഷപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ വിവരം ഒരു മനുഷ്യൻ്റെ അടുത്തും പറയാത്തത്. അപ്പോൾ നമുക്ക് തോന്നും ഓക്കെ, അതെന്തോ പിന്നെ കള്ളത്തരം നടക്കുന്ന സ്ഥലമാണ് എന്തോന്നും. പിന്നെയാണ് അതിൻ്റെ ആ പോലീസ് അതിൻ്റെ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷനിലാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. ആ ബിൽഡിങ് പോലീസ് റെയ്ഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വേൾഡിലെ പല രാജ്യങ്ങളുടെയും ആൾക്കാരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, അവരുടെ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ, പിന്നെ ഓരോ കമ്പ്യൂട്ടറിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പേഴ്സ്. ശരിക്കും അവിടെ റൺ ചെയ്തിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പിഗ് ബുച്ചറിങ് സ്കാമായിരുന്നു, ഒരു പിഗ് ബുച്ചറിങ് സ്കാം നെറ്റ്വർക്ക്. ആ 25 ഏക്കർ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഏതാണ്ട് 3000 പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 3000 പേര്
ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഇരുന്ന് നമ്മൾ ഈ ഫോണൊക്കെ വെച്ചിട്ട് മെസ്സേജ് അയക്കാനും ബാക്കി പരിപാടികളൊക്കെ വളരെ തകൃതിയായിട്ട് നടക്കുന്ന ഒരു രീതിയാണ്. പോലീസ് വന്നപ്പോൾ 2000 പേരെ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി 1000 പേര് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ ഈ അവർ വന്നതിന് ശേഷം ഇവരെല്ലാം പിടിച്ചതിന് ശേഷം അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെ എന്തോ IT കമ്പനിയാണ് നടക്കുന്നത് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ബിസിനസ് സപ്പോർട്ട് സെൻ്ററാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതിയായിരുന്നു അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാം തന്നെ. അവർക്കാർക്കും അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നുള്ളത്. വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള പിന്നെ ഡേറ്റ, ഒരു പ്രൊഫൈലിക് ഡേറ്റ കളക്ഷനും മറ്റുമൊക്കെ അതിനകത്തുനിന്ന് പോലീസിന് കിട്ടി. ഇനി പോലീസ് അറിയണം ഇതിൻ്റെ ബാക്കിൽ ഇതെന്താണ്, ഇതിൻ്റെ ഒരു ഇതാരാണ് ഇത് നടത്തുന്നത്, ഇത്ര വലിയ ലാർജ് സ്കീം ഓഫ് തിങ്സ് നടത്തുന്നത് ആരാണ് എന്ന് പറഞ്ഞ് പോലീസ് ഇങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് വേറൊരു സത്യം വെളിവരുന്നത്. ആലിസ് ഗോ എന്ന് പേരുള്ള ആ ടൗണിൻ്റെ തന്നെ മേയറാണ് ഇതിൻ്റെ ബാക്കിൽ, ഈ റാക്കറ്റ് റൺ ചെയ്യുന്നതിൻ്റെ ബാക്കിലുള്ളത്. കാര്യം പുള്ളിക്കാരി ഈ സ്ഥലം, ഈ 25 ഏക്കർ സ്ഥലം ആദ്യം വാങ്ങിയതിന് ശേഷം അത് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആക്കാനായിട്ട് പിന്നെ ഈ ടൗൺഷിപ്പിലോട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ റിക്വസ്റ്റ് കൊടുത്തിട്ട് ആ റിക്വസ്റ്റ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആക്കി മാറ്റുന്നു. ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപ്രൂവൽ കൊടുക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ബിൽഡിംഗ് പെർമിറ്റ് അപ്രൂവ് ചെയ്ത് കിട്ടുന്നു. ടപ്പ വരുന്ന ബിൽഡിങ്ങുകൾ അവിടെ പൊങ്ങി വരുന്നു. എന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥലവും ബിൽഡിങ്ങുകൾ വന്ന സ്ഥലവും നോക്കിക്കഴിഞ്ഞാൽ വലിയ സമയ വ്യത്യാസം ഒന്നും തന്നെയില്ല. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ അവിടെ പണിത് വരുന്നു. തൊട്ടുപുറത്ത് മേയറുടെ ഓഫീസ്. ഈ മേയറുടെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കാം സെൻറ്റർ പ്രവർത്തിക്കുന്ന സ്ഥലം കാണാം. അങ്ങനെ വലിയ രീതിയിൽ നേരിട്ട് ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയുക, നേരിട്ട് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ നേരിട്ട് ഇത്തരം സ്കാമുകളൊക്കെ അങ്ങ് നടത്തുവാണ്. കാര്യം ഈ ഫിലിപ്പീൻസ് പോലുള്ള രാജ്യത്ത് അതും ഇത് സ്കാം നടത്തുന്ന ആൾക്കാരോ ചെയ്യുന്ന ആൾക്കാരോ അവർക്കങ്ങനെ മറവൊന്നുമില്ല. നമ്മളിവിടെ പിഗ് ബുച്ചറിങ് ആണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒളിവോ അല്ലെങ്കിൽ എൻക്രിപ്ഷനോ അങ്ങനെ യാതൊന്നും തന്നെയില്ല. ബിക്കോസ് അത്രയും പെർവേസീവായിട്ടുള്ളൊരു കറപ്ഷൻ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അതവർക്ക് ഹൈഡ് ചെയ്യണമെന്നൊരു ആവശ്യമേ അവർക്ക് തോന്നിയില്ല. അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ റെഗുലറായിട്ട് നടത്തുന്ന കാര്യമാണ്. വാട്ട്സ് എ ഡിഫറൻസ് ഇൻ ദിസ്, ഓർ വാട്ട് ഈസ് എ ബിഗ് തിങ് ഇൻ ദിസ് എന്നുള്ള ഒരു അപ്രോച്ച്. അപ്പോൾ ആ അപ്രോച്ചിൽ നിന്നാണ് അവർ ഈ ഇത്തരം സ്കാമുകൾ വളരെ വൈഡായിട്ട് അങ്ങ് റൺ ചെയ്യുന്നത്. അതിന് ഇരയായിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരായ ആൾക്കാരുമാണ്. അപ്പോൾ ആലിസ് ഗോ ആണെന്ന് പോലീസിന് മനസ്സിലാവുന്നു. പോലീസ് ഉടനെ തന്നെ ഈ ആലിസ് ഗോയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു മാൻ ഹണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ പോലീസിന് അവരങ്ങനെ ഒന്നും പിടികിട്ടുന്നില്ല. കാര്യം ഇവർ അവിടെ നിന്ന് അപ്പം തന്നെ രക്ഷപ്പെട്ടു. ഈ ഫിലിപ്പീൻസിൽ നിന്ന് അപ്പം തന്നെ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് അവർ യാട്ടിൽ കയറി മലേഷ്യ വന്നു. മലേഷ്യയിൽ നിന്ന് പിന്നൊരു യാട്ടിൽ അവർ സിംഗപ്പൂർ പോയി. സിംഗപ്പൂരിൽ നിന്ന് വേറൊരു യാട്ടിൽ അവർ ഇന്തോനേഷ്യയ്ക്ക് പോയി. ഇങ്ങനെ ആ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കറങ്ങുമായിരുന്നു ഈ പോലീസിന് പിടി കൊടുക്കാതെ. അപ്പോൾ പോലീസ് ഇതിനോടൊപ്പം തന്നെ ഈ സ്കാം റൺ ചെയ്ത സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷൻ എടുക്കുന്നു. എത്രയോ $1 മില്യൺ അവർ സ്കാം ചെയ്തതായിട്ട് കണ്ടുപിടിക്കുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു റെയ്ഡും കാര്യങ്ങളുമൊക്കെ അവിടെ നടക്കുവാണ്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസം, ഇത് മാർച്ച് മാസമാണ് ഈ റെയ്ഡ് നടക്കുന്നത്. അങ്ങനെ സെപ്റ്റംബർ മാസം ആയപ്പോഴത്തേക്കും ആലിസ് ഗോയെ പോലീസ് പിടികൂടി. ഇന്തോനേഷ്യയിൽ വെച്ച് തന്നെ പിടികൂടി. അവിടെ നിന്ന് എക്സ്ട്രഡേറ്റ് ചെയ്ത് ഇപ്പോൾ ഫിലിപ്പീൻസിലോട്ട് കൊണ്ടുവരാനുള്ള പ്രോസസ്സും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയോ അല്ലാതെ കംപ്ലീറ്റ് ആയോന്ന് തോന്നുന്നു. അങ്ങനെ ഈ നഗരത്തിനെ വിറപ്പിച്ച ഒരു വനിതാ മേയറെ പോലീസ് പിന്നാലെ നടന്ന് വലിയ നിശ്ചയദാർഢ്യത്തോടുകൂടി പിടികൂടി. അപ്പോൾ ആലിസ് ഗോയെ പിടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആലിസ് ഗോയുടെ പിന്നീടുള്ള ഡീറ്റെയിൽസൊക്കെ പുറത്തു വരുന്നത്. അതായത് അവർ ശരിക്കും ഒരു ചൈനീസ് സ്പൈ ആണെന്നുള്ള ആരോപണം വരുന്നു. ആലിസ് ഗോ ഇതൊക്കെ നിഷേധിച്ചു. അതായത് തനിക്കതിൽ ഈ സ്കാമിൽ പങ്കുണ്ടെന്നോ അല്ലെങ്കിൽ താനൊരു ചൈനീസ് സ്പൈ ആണെന്നോ ഉള്ള എല്ലാവിധ ആർഗ്യുമെൻറ്റ്സും അവർ ഡിസ്കാർഡ് ചെയ്യുക അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സ് അവർ സമ്മതിച്ചു കൊടുക്കുകയോ ചെയ്തിട്ടില്ല.
അപ്പോൾ ആ ആർഗ്യുമെൻറ്റ്സ് പറയുന്നത് ഹുവോ പിങ് എന്നാണ് ഇവരുടെ ശരിക്കുള്ള പേര്. ഇവർ ചൈനയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാണ്, ഇവിടെ ഫേക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഫിലിപ്പീൻസിൽ വന്നതാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നു അങ്ങനെയൊന്നുമല്ല, ഞാൻ ജനിച്ചത് ഒരു റൂറൽ ഏരിയയിലാണ്, അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു, ഞാനൊരു ഫിലിപ്പീൻ പൗരത്വമുള്ള വനിതയാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ വാദം. 2022 ഇവർ ഈ ടൗണിൻ്റെ മേയറായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് അപ്രൂവലിന് കൊമേഴ്ഷ്യൽ ലാൻഡാക്കി മാറ്റുന്നതും അപ്രൂവൽ കൊടുക്കുന്നതും ബിൽഡിംഗ് കെട്ടുന്നതും എല്ലാം വളരെ വളരെ പെട്ടെന്ന്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇതിനൊരു മറ എന്നുള്ള നിലയിൽ 2022 മേയറായിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് സകലമാന സംവിധാനങ്ങളും, പുതിയ റോഡ് ടാർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ പുതിയ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു, അങ്ങനെ ആൾക്കാരെ കംപ്ലീറ്റ്ലി ഹാപ്പിയാക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഹാപ്പിയാക്കി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരല്ലേ വീണ്ടും വീണ്ടും ജയിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്കാമും അതിൻ്റെ കൂടെ റൺ ചെയ്ത് പോവും. അപ്പോൾ എന്തായാലും പോലീസ് ഇന്തോനേഷ്യയിൽ നിന്നും പിന്നെ ആലിസ് ഗോയെ എക്സ്ട്രഡൈറ്റ് ചെയ്ത് പിന്നെ ഫിലിപ്പീൻസിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു സ്കാമിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തത് എന്നൊക്കെ ഉള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമായിരിക്കും. പക്ഷേ തികച്ചും നമ്മളെ ആശ്ചര്യപ്പെടുന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് കേരളത്തിലുള്ളവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഒരു ടൗണിലുള്ള ഒരു മേയറോ പിന്നെ ആ ടൗണിലുള്ള സ്ഥലത്ത് വളരെ ഓപ്പണായിട്ട് ഒരു മറയുമില്ലാതെ സ്കാം നടത്തുന്നു. ആ സ്കാമിൽ നിന്നും മില്യൺസ് ഓഫ് ഡോളേഴ്സ് എംബസിൽ ചെയ്യുന്നു. എന്നിട്ട് അതെടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ ലോകത്തൊക്കെ കറങ്ങി നടക്കുന്നു. ഇത് വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് ആ സ്റ്റോറി കേട്ടിട്ട്. കാര്യം ഒരു സിംഗിൾ ലേഡി അവരുടെ ഒരു മൈൻഡിൽ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു ബിഗർ പ്ലാൻ പോലെയായിരുന്നു. ഇവർ ഈ ലാൻഡൊക്കെ കൊമേഴ്ഷ്യൽ ആക്കിയിട്ട് കെട്ടിയ ബിൽഡിങ്ങിൽ ഇവരുടെ പാർട്ട്നേഴ്സ് എല്ലാം ചൈനക്കാരായ ആൾക്കാരായിരുന്നു. അപ്പോൾ എന്തായാലും പിഗ് ബുച്ചറിങ് സ്കാമിൻ്റെയും ആലിസ് ഗോയുടെയും കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.